ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി പരമാദരണീയ മോഹൻജി വൈദ്യ, മാനനീയ ഗ്രാമജില്ലാ സംഘചാലകം, ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ശിവകുമാർജി, ശ്രീ സാജൻ സ്കറിയ, ഇന്ന് ഇവിടെ നമ്മൾ ആദരിക്കുന്ന പത്രപ്രവർത്തക രംഗത്തെ പ്രതിഭകളായ ശ്രീമാൻ മുരളി പാറപ്പുറം, അമൃത, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കൾ, സഹൃദയർ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ ചടങ്ങ് ഇന്ന് 2 മഹനീയ കൃത്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. കേസരി കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അമൃതശതം പ്രഭാഷണ പരമ്പരയുടെ ഒരു പരിസമാപ്തി അർത്ഥവത്തായ ഒരു പ്രഭാഷണത്തിലൂടെ ഇവിടെ മൻമോഹൻജി നിർവഹിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അവാർഡ് സമർപ്പണം എന്നത്. കേസരിയെ വളരെ എളിയ നിലയിൽ നിന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു അനിഷേധ്യ സാന്നിധ്യം ഉള്ള ഒരു പ്രസ്ഥാനമായി വളർത്തിയെടുക്കുന്നതിൽ ഐതിഹാസികമായിട്ടുള്ള നേതൃത്വം നൽകിയ എം രാഘവൻ എന്ന കേസരി രാഘവേട്ടനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് നൽകുന്നത്. രാഘവേട്ടൻ സംഘത്തിൻ്റെ സ്വയംസേവകായി അദ്ദേഹം സംഘത്തിൻ്റെ അക്കാലത്തെ പ്രചാരകൻ്റെ നിർദ്ദേശമനുസരിച്ച് ആദ്യം ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ കേരളത്തിലെ ഒരു പ്രതിനിധിയായി പ്രവർത്തിച്ചു. ഹിന്ദുസ്ഥാൻ സമാചാർ എന്നത് പ്രാദേശിക ഭാഷകളിൽ കൂടി വാർത്ത നൽകിയിരുന്ന അടിയന്തരാവസ്ഥ കാലം വരെ വളരെ പ്രഗത്ഭമായി പ്രവർത്തിച്ചിരുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ്. അത് അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിൻ്റെ വൈര്യനിര്യാതന ബുദ്ധിയോടുള്ള നയം കാരണം അത് സമാചാർ എന്നുള്ള ഒരു സർക്കാർ സംവിധാനത്തിൽ ലയിപ്പിക്കുകയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അത് പുനരുജ്ജീവിച്ചുവെങ്കിലും വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ അതിനെ ഏതാണ്ട് ഒരു സൊസൈറ്റി ആയിരുന്നതിനെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ശ്രമം വരെ നടത്തി. അങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ ഒരു ചരിത്രമുള്ളത്. അപ്പോൾ ആ ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ പ്രവർത്തകൻ എന്നുള്ളൊരു നിയോഗമാണ് അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചത്. അതിനുശേഷം അദ്ദേഹം കേസരിയുടെ മാനേജരായി വന്നു. 82-ലോ 83-ലോ ഒക്കെ ആയിരിക്കണം അദ്ദേഹം എത്തിയത്. എന്തായാലും ഒരു 4-4.5 പതിറ്റാണ്ടിലധികം ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിനെ ഒരു മാതൃകാ പത്രസ്ഥാപനമായിട്ട് വളർത്തുന്നതിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടമാണ് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളത്.
കേസരി ഞാൻ പറഞ്ഞുവല്ലോ, 1952 സംഘനിരോധനം, അതായത് ഗാന്ധിജി വധം സംഘത്തിനുമേൽ ആരോപിച്ചുകൊണ്ട് സംഘത്തെ നിരോധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ സംഘത്തോടുള്ള കേരളത്തിലെ അല്ല മുഴുവൻ ഭാരതത്തിലെയും എതിർപ്പിന് 10 മടങ്ങ് ശക്തി വർദ്ധിച്ച ഒരു കാലത്ത് ആണ് കേസരി ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് സാഹചര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. 4 പേജ് ഉള്ള ഒരു പ്രസിദ്ധീകരണം, തുടക്കത്തിലെ മൂലധനം അന്നത്തെ 13 രൂപ മാത്രം. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനം, അതിൻ്റെ പിന്നിലുള്ള ഒരു ആശയത്തിൻ്റെ ബലം കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുടെ സമർപ്പണ ജീവിതം കൊണ്ട്, സമർപ്പിത ജീവിതം കൊണ്ട് അത് പതുക്കെ പതുക്കെ ഒരു തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്ന ഒരു പാക്ഷികമായും പിന്നീട് വാരികയായും സ്വന്തമായി സ്ഥലവും കെട്ടിടങ്ങളുമുള്ള ഒരു സ്ഥാപനമായും ഇന്ന് പല മാനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായും ഈ കേസരിയെ വളർത്തുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള റോള് വഹിച്ച വ്യക്തി രാഘവേട്ടനാണ്. വ്യക്തി എന്ന നിലയ്ക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്ന നിലയ്ക്കും നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന ഒരു മികവാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. മാനേജ്മെൻറ്റ് സ്കില്ല് അദ്ദേഹത്തിനുണ്ടായിരുന്നു, എൻ്റർപ്രീനിയറിയൽ സ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു, ലോജിക്കൽ സ്കില്ലുണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, സംഘ പ്രചാരകന്മാർ അവരേത് രംഗത്ത് പോയാലും കുറച്ചൊക്കെ വിജയം കൈവരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് പ്രത്യേകമായൊരു പരിശീലനമില്ല. പക്ഷേ നമുക്ക് രാഘവേട്ടൻ്റെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്കില്ലൊക്കെ നേടുവാൻ ഒരുപാട് സന്ദർഭങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ അതിലെ ആദ്യത്തെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സന്ദർഭം, അദ്ദേഹം മൗലികമായിട്ട് ഒറിജിനലി തലശ്ശേരിക്കാരനായിരുന്നു. അദ്ദേഹം മെട്രിക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു സർക്കസ് കമ്പനിയിൽ ഉദ്യോഗം നേടി. സർക്കസുകാരനായിട്ടല്ല, സർക്കസ് കമ്പനിയുടെ സംഘാടകനായിട്ട്. അതിനുവേണ്ടിയുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം 44-45 കാലത്ത് അദ്ദേഹം സ്വയം സേവകനായി മാറിയത്. അന്നത്തെ നമ്മുടെ മലബാർ പ്രദേശത്തെ പ്രചാരകനായിരുന്ന നാഗപൂരിൽ നിന്നുള്ള ശങ്കർ ശാസ്ത്രി, അദ്ദേഹം രാഘവൻ എന്ന സ്വയം സേവകനെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ച് പൂർണ്ണസമയം സംഘപ്രവർത്തകന് തയ്യാറായപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെടുത്തണ്ട എന്ന് പറയുകയും അദ്ദേഹം ബാംഗ്ലൂരിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയും ചെയ്തു. ഈ കമ്പനി 2ാം ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുകയും അതിലെ ജീവനക്കാർക്ക് സൈനിക പരിശീലനമൊക്കെ നൽകി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ സ്ഥാപനത്തിലൂടെ സൈനിക പരിശീലനവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അപ്പോൾ ഈ
സർക്കസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 2-3 മാസം നീണ്ടു നിൽക്കുന്ന സർക്കസിൻ്റെ സ്ഥലം കണ്ടുപിടിക്കുക, അതിനുവേണ്ടി പെർമിഷൻ മേടിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരനുഭവം ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ള മറ്റൊരനുഭവം, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നേടിയ ആ സ്വയം സേവകനെയാണ് നിരോധന കാലത്ത് 1948-49 കാലത്ത് സംഘത്തെ നിരോധിച്ചിരുന്ന കാലത്ത് ആദ്യം പ്രകടിപ്പിച്ച, പൂർണ്ണസമയമായി സംഘകാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച രാഘവനെ ശങ്കർശാസ്ത്രി കേരളത്തിലേക്ക് വിളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്ന് അന്നത്തെ നിരോധന കാലത്തെ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടത്. അങ്ങനെയിരിക്കെ ഈ ഹിന്ദുസ്ഥാൻ സമാചാർ എന്ന ഒരു ന്യൂസ് ഏജൻസി ആരംഭിക്കപ്പെട്ട കാലത്ത് കേരളത്തിൽ നിന്നൊരു പ്രതിനിധി വേണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രചാരകനായിട്ടുള്ള ശാസ്ത്രിജി അദ്ദേഹത്തെ നിയോഗിക്കുകയായിരുന്നു. പറയുന്നത് അദ്ദേഹം ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ റിപ്പോർട്ടർ, ഫോട്ടോഗ്രാഫർ എന്നൊക്കെ നിലയിൽ അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിരുന്നു. ഒപ്പം തന്നെ റോയിട്ടറിൻ്റെ പാർട്ട് ടൈം റിപ്പോർട്ടറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരാളെയാണ് ഒരു ഘട്ടത്തിൽ, ആ പശ്ചാത്തലമൊക്കെ വളരെ രസകരമാണ്. കേസരിക്ക് ഒരു ഓഫീസ്, അത് ഒരു പാക്ഷികമായി തുടരെ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചപ്പോൾ അതിനൊരു ഓഫീസ് കണ്ടുപിടിക്കുന്ന, കോഴിക്കോട് ഒരു ആസ്ഥാനം കണ്ടുപിടിക്കുന്ന ഒരു ചുമതലയാണ് ആദ്യം ശങ്കർ ശാസ്ത്രിജി ഏൽപ്പിച്ചത്. അദ്ദേഹം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ മാനേജരായിട്ട് ചുമതലയേൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് കേസരി ഒരു വാരികയായി 54 മുതൽ ഒരു വാരികയായി ഇന്നത്തെ നിലയിലേക്ക് അത് വളർന്ന് വികസിക്കുന്നതിന് അടിത്തറയിട്ടത് അതിൻ്റെ ചിട്ടയായ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഒരു പത്രസ്ഥാപനത്തിന് ഒരുപാട് ചുമതലകൾ നിർവഹിക്കാനുണ്ട്. ഒന്ന് നമുക്കറിയാം, അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പൽ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രസിദ്ധീകരണം തന്നെയാണ്. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സഹായകമായ ധർമ്മങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ വാരികയായാൽ ഒരാഴ്ചക്കകം പ്രോഡക്റ്റ് ഇറങ്ങണം. ഒരു പത്രമായാൽ 12 മണിക്കൂറിനകം അത് പുറത്തിറങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ന്യൂസ് പ്രിൻ്റ്, പ്രസ്, ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ, പരസ്യം, ഇങ്ങനെ നാനാതരം പ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഒരു ഓഫീസ് സംവിധാനം, ഇതിനെല്ലാം താങ്ങും തണലുമായി മനുഷ്യൻ വളർന്നു എന്നതാണ് വളരെ പ്രധാനമായൊരു കാര്യം. ഇപ്പം നമുക്ക് അറിയാം, സ്ഥാപനങ്ങൾ പലപ്പോഴും നടത്തുക എന്നത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ നമുക്കറിയാം, കേസരി 75ാം വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 73 വർഷം പിന്നിട്ടിരിക്കുന്നു. എല്ലാ ദിവസവും മാധ്യമങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് മാധ്യമ ചരിത്രത്തിനുള്ളത്. ചിലത് അതിജീവിച്ചു കൊണ്ടുപോകും, കുറേ കാലത്തേക്ക് അതിജീവിക്കും. ഇപ്പം നമ്മുടെ പക്ഷേ വളരെ കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മൾ കേരളത്തിലെ തന്നെ മാധ്യമ ചരിത്രം എടുത്താൽ, മാതൃഭൂമി 1923 ആരംഭിച്ചു. അതിനപ്പുറത്തേക്ക് ചരിത്രമുണ്ട് മനോരമയ്ക്ക്.
പക്ഷെ അതൊക്കെ കുറേ പത്രസ്ഥാപനങ്ങൾ ഒഴിച്ചാൽ ഇത്രയും ദീർഘകാലം നിന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ പറയുന്ന മാധ്യമരംഗം ഇപ്പോൾ നമുക്കറിയാം, മാധ്യമരംഗം ഒരുപാട് വൈവിധ്യമാർന്ന മേഖലകളിലൂടെയാണ് അത് ആവിഷ്കൃതമായിട്ടുള്ളത്. പക്ഷെ പണ്ടതല്ല. പണ്ട് ഈ അച്ചടി മാധ്യമത്തിൻ്റെ ഒരു കാലഘട്ടമെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത്. ഇന്ന് അച്ചടി മാധ്യമങ്ങൾക്ക് അതിൻ്റേതായിട്ട് ഒരു സ്വതന്ത്രമായ അസ്തിത്വമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ വരെ ആശ്രയിക്കേണ്ട ഒരു സംവിധാനവുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പത്രസ്ഥാപനങ്ങൾ ഏറ്റവും എല്ലാ ബിസിനസ്സിലും വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ നമുക്ക് ഒരു ഇവൻ്റ് മാനേജറായിരുന്ന രാഘവേട്ടൻ, ഇവൻ്റ് മാനേജ്മെൻറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയാണ് നമുക്കറിയാം. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജരായി സമ്പൂർണ്ണ വിജയം നേടി എന്നാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. കാരണം ഒരു പത്രസ്ഥാപനത്തിന് എഡിറ്റോറിയൽ പ്രവർത്തനത്തിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നില്ല. ബാക്കി എല്ലാ വശങ്ങളെയും കുറിച്ച് അദ്ദേഹം ഓർക്കണം. അദ്ദേഹം ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ സമാചാറിൻ്റെ കേരള പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹം നിരന്തരമായി വാർത്തകൾ ശേഖരിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടൊരു പത്രപ്രവർത്തകൻ്റെ പ്രാഥമിക പരിശീലനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാമായിട്ടാണ് അദ്ദേഹം കേസരിയിലേക്ക് വന്നത്. കേസരിയിൽ വന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ കേസരിയിൽ ആദ്യം 80കളുടെ മധ്യത്തോട് കോഴിക്കോട് വരുമ്പോഴാണ് രാഘവേട്ടനെ ആദ്യം കാണുന്നതും കേസരി ഓഫീസ് കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു പ്രൊഫഷണൽ മാനേജർക്ക് മാത്രം കഴിയുന്ന തരത്തിലുള്ള ചിട്ടയും അടുക്കും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തരം നിയമങ്ങളും പരിപാലിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെ എത്ര നമുക്ക് ചൂണ്ടിക്കാണിക്കാം എന്ന് അറിയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവൻ്റ് മാനേജ്മെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റാണ്. ഒന്നൊരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേക പീരീഡിലേക്ക് സ്ഥായിയായിട്ട് പോകേണ്ടതാണ്. സ്ഥായിയായ വ്യവസ്ഥകൾ അതിന് വേണം. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ പിന്തുടരണം. അവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ, അല്ലെങ്കിൽ അതിൻ്റെ മാൻ പവർ, അതിനെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഈ കാര്യത്തിൽ എല്ലാത്തിലും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബന്ധുക്കളുടെ വലിയൊരു വലയം സൃഷ്ടിക്കുക. വരിക്കാരെ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, ബന്ധുക്കളുടെ വലിയൊരു വലയം സൃഷ്ടിക്കുക. സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. ഇതിലൊക്കെ രാഘവേട്ടൻ്റെ നിരന്തരമായ യാത്ര, അദ്ദേഹം കേരളത്തിന് പുറത്ത് ബോംബെയിലും ഡൽഹിയിലും കൽക്കത്തയിലും കോയമ്പത്തൂരും ചെന്നൈയിലുമൊക്കെ നിരന്തരമായി യാത്ര ചെയ്യുന്നു. അദ്ദേഹം അവിടെ ബന്ധപ്പെടുന്ന പ്രമുഖർ മലയാളികളാവാം, അല്ലാത്ത സംഘവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാകാം. അവരുമായിട്ടുള്ള ആ സമ്പർക്കം അദ്ദേഹം നിലനിർത്തിപ്പോയിരുന്നു എന്നതാണ്. അപ്പോൾ അവർക്ക് അദ്ദേഹം എല്ലാ വർഷവും കേസരിയുടെ കലണ്ടർ അയച്ചു കൊടുക്കും, കേസരി അവർക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം ആ പ്രദേശങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അവരുമായിട്ട് സമ്പർക്കം പുലർത്തും. അവരുടെ ബന്ധങ്ങളും സ്വാധീനങ്ങളും അദ്ദേഹം ഫലപ്രദമായിട്ട് ഉപയോഗിക്കും.
അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ഏതെല്ലാം മേഖലകളാണോ അടിസ്ഥാനമായി നിൽക്കുന്നത്, അതിൻ്റെ മുഖ്യ ഫങ്ഷൻ അല്ലാതെ ഈ കാര്യത്തിലെല്ലാം അനുപമമായ ഒരു പാടവമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. അപ്പം അത് നമുക്കറിയാം. കേസരിയിൽ പിൽക്കാലത്ത് കേസരിയിലൊരു പ്രചാരമാസമുണ്ട്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അതതിൻ്റെ വലിയൊരു അടിത്തറയാണ്. സ്വയം സേവകരുടെ വലിയൊരു സപ്പോർട്ട് സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു സംരംഭകത്വ ശേഷിയില്ലാത്ത ആളെ നിങ്ങൾ എത്ര കോടി ഏൽപ്പിച്ചാലും, ഇപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ സാജൻ സ്കറിയ അതൊരു സ്ഥാപനത്തെ എങ്ങനെ ഫലപ്രദമായി നടത്തി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലായത് അദ്ദേഹം ഒരു ക്രൈസിസിലായ ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സംരംഭകത്വം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ കുശലമായിട്ടുള്ള ഒരു നേതൃത്വം അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചു. മറ്റൊരു കാര്യം, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വശമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൊതുവിലെ നമ്മുടെ സംഘകുടുംബത്തിൽ പറയാറുണ്ട് മാതൃകാ സ്വയം സേവകൻ എന്ന്. അത് പലരെക്കുറിച്ചും പല രംഗത്തും അത്ഭുതകരമായ വിജയം നേടിയിട്ടുള്ള ആളുകളെ നമുക്ക് ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ദുർലഭരായിട്ടുള്ള കാര്യകർത്താക്കളെ വളർത്തുന്നു സംഘം എന്ന് പറയാറുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ സ്വയം സേവകമായിരുന്നു രാഘവേട്ടൻ. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അദ്ദേഹം കേസരിലെ മാനേജർ മാത്രമായിരുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ ആദ്യകാലത്തൊക്കെ പലതരത്തിലുള്ള എതിർപ്പുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അവിടെയൊക്കെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ സംഘാധികാരികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് രാഘവേട്ടനായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ സാഹചര്യം എന്താണ്, അവിടുത്തെ യഥാർത്ഥ വസ്തുസ്ഥിതി എന്താണ് എന്നെല്ലാം അദ്ദേഹമാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യകാലങ്ങളിൽ. അപ്പോൾ അങ്ങനെ നാനാതരത്തിലുള്ള ഒരു കഴിവുകൾ ഉണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയ്ക്കും അദ്ദേഹം വേറിട്ട് നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അദ്ദേഹത്തെ 86 മുതൽ എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അധികം ആരോടും സംസാരിക്കുകയൊന്നുമില്ല. അങ്ങനെ ലൂസ് ടോക്കിനൊന്നും ഒരിക്കലും അദ്ദേഹം എവിടെയും ആരോടും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യവും പറച്ചിലുമൊക്കെ. വളരെ കർക്കശക്കാരനാണ്. എല്ലാ കാര്യത്തിലും സ്വയം മാതൃക കാണിക്കും. അദ്ദേഹം എല്ലാവരേക്കാൾ മുന്നേ കേസരി ഓഫീസിലെത്തും. രാഘവേട്ടൻ ഉണ്ട് എങ്കിൽ കേസരിയുടെ ഓഫീസ് പരിസരം ഒരു പ്രത്യേകമായ ഒരു രീതിയാണ്. എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുന്ന. അദ്ദേഹം ഒരുപാട് പേരെ ശാസിക്കുകയൊന്നുമില്ല. പക്ഷേ അവരവരെ ഏൽപ്പിച്ച കാര്യം അത് കൃത്യമായി നിർവഹിക്കുകയും അവർ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹം കർക്കശക്കാരനായിരുന്നു. ഈ കർക്കശക്കാരൻ്റെ ആയിട്ടുള്ള വ്യക്തിയുടെ ഉള്ളിൽ വളരെ സ്നേഹസമ്പന്നമായ ഒരു വശമുണ്ടായിരുന്നു. എല്ലാവരോടും കരുതലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ജീവനക്കാരോട് കരുതലുണ്ടായിരുന്നു. ജീവനക്കാർക്ക് അദ്ദേഹം വലിയ ഒരു ഏകാധിപതി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കർക്കശക്കാരൻ എന്ന നിലയ്ക്ക് അവർക്ക് സ്നേഹവും ഉണ്ടായിരുന്നു. ഒരേ സമയം സ്നേഹവും ആദരവും
രാഘവേട്ടനുണ്ടായിരുന്ന ആ കേസരിയിലെ ജീവനക്കാർ എല്ലാവരും സമർപ്പിതരായിട്ട് അവിടെ പ്രവർത്തിച്ചത് അവരും രാഘവേട്ടൻ്റെ മാതൃകയിൽ സ്വയം വളരാൻ പരിശ്രമിച്ചത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലും നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥാപനത്തെ രൂപപ്പെടുത്തി എടുത്തൊരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു മാതൃകാ മനുഷ്യനെന്ന നിലയ്ക്കും എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ 2 ചടങ്ങുകൾ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്, സമയത്തിൻ്റെ പരിമിതിയുള്ള എന്നതുകൊണ്ട്. രാഘവേട്ടൻ ഒരേ സമയം അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരു എൻ്റെ അനുഭവത്തിൽ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറെ ഞാൻ കണ്ടിട്ടില്ല. അന്നുമില്ല ഇന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസരി രാഘവേട്ടൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന സ്വഭാവം, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് കാര്യമൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പരിമിതമായിട്ടുള്ള വിവരങ്ങളെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ. എങ്കിലും അദ്ദേഹവുമായി ഇടപെട്ട എല്ലാവർക്കും കർക്കശക്കാരനാണ്, അല്പം പിടിവാശിക്കാരനാണെന്ന അഭിപ്രായം അപൂർവം ചിലർക്കൊക്കെ ഉണ്ടാവാം. എങ്കിലും അദ്ദേഹം എല്ലാ തരത്തിലും മാതൃകയായിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കേസരിയെ സംബന്ധിച്ചിടത്തോളം കേസരി പുതിയ മാനങ്ങൾ തേടി പുതിയ പുതിയ മേഖലകളിലൂടെ പുരോഗമിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉറപ്പായും രാഘവേട്ടൻ്റെ ലെഗസി, നമുക്കറിയാം കേസരിക്ക് ഒരുപാട് പത്രാധിപന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ദീർഘകാലം ഈ സ്ഥാപനത്തെ വളർത്തി പരിപൂർണതയിലെത്തിച്ച ഒരു മാനേജരെ ഉണ്ടായിട്ടുള്ളൂ. ആ മാനേജരെ എല്ലാ അർത്ഥത്തിലും നമ്മൾ പിന്തുടരണം. പിന്തുടർന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ഞാൻ നൽകുകയാണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വസ്തുതയാണ്, ഇവൻ്റ് മാനേജ്മെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റും വളരെ വ്യത്യസ്തമാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെൻറ്റ് എന്ന കാര്യത്തിൽ അത് സംഘത്തിനുള്ളിൽ പഠിപ്പിക്കുന്നില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ സംഘത്തിലുള്ള സ്വയംസേവകർക്ക് ആ മേഖലയും അന്യമൊന്നുമല്ല. അത് പഠിക്കണം. അതിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ അക്കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ സ്വയംസേവകരുടെ ഇടയിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരിടമാണ് രാഘവേട്ടൻ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ആ സ്ഥാപനത്തിൻ്റെ അകത്തും പുറത്തും നിന്ന്, ഈ സ്ഥാപനത്തിലല്ല, നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഞാൻ നോക്കിക്കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, രാഘവേട്ടനെ അകംപുറം തിരിച്ചറിയുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം മനസ്സിലാക്കുവാനും ആ ലെഗസിയെ മുറുകെ പിടിക്കുവാനും കേസരിയുടെ സാരഥികൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് കേസരിയെ, ഈ സ്ഥാപനത്തെ ഇനിയും എത്രയോ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്ന് ഉള്ള ഒരു അഭിപ്രായം, എളിയ അഭിപ്രായം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് രാഘവേട്ടൻ്റെ ആ മഹാപ്രതിഭയുടെ ആ നിഷ്ഠാവാനായ സ്വയംസേവകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മറ്റൊരു കാര്യം, മുരളിയാണ്.
അമൃതയെക്കുറിച്ച് എനിക്ക് അത്ര പരിചയമില്ല. എന്തായാലും കേസരിയുടെ ഒരു ആദർശനിഷ്ഠനായ ഒരു വ്യക്തിയുടെ ഒരു മാധ്യമ സ്ഥാപനത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തി തൻ്റേതായ ഒരു അടയാളം നമ്മുടെ മാധ്യമ ചരിത്രത്തിൽ നിന്ന് ഞാൻ തന്നെ പറയും. കാരണം നമുക്ക് മറ്റ് പല സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷെ ഒരു ആദർശനിഷ്ഠമായ ഒരു ആദർശത്തെ പിന്തുടരുന്ന ഒരു സ്ഥാപനത്തെ ഇത്ര ദീർഘകാലം മുന്നോട്ട് നയിക്കുന്നതിന് അടിത്തറ പാകിയ ഒരു ആദർശശാലിയായ ഒരു സമ്പൂർണ്ണ മാധ്യമ പ്രവർത്തകനെന്ന് രാഘവേട്ടനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന് രണ്ട് വശവും പരിചയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാപുരുഷൻ്റെ പേരിലുള്ള അവാർഡ് ആണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ പറയുകയാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. എനിക്ക് മുരളി പാറപ്പുറത്തെക്കുറിച്ച് പാറപ്പുറത്തെ കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ടായിട്ടറിയാം. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അക്ഷരോപാസന അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത, സമ്പൂർണമായി തൻ്റെ തൊഴിലിനോടും തൻ്റെ ഉപാസന ദേവതയോടും മാത്രം താല്പര്യമെടുത്ത് സ്വനർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മുരളി. അപ്പം അദ്ദേഹത്തിന് കേസരിയുടെ പുരസ്കാരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ 2 പത്രപ്രവർത്തക സുഹൃത്തുക്കളെയും അകമഴിഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്.